എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും അമ്മ സംഘടനയിൽ നടന്ന ചീറ്റലും പൊട്ടലും ഒക്കെ തന്നെയാണ്. പലരുടെയും ക്യാരക്ടറും ഒക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ തന്നെ മല്ലിക സുകുമാരനാണ് നിലപാടില്ല എന്നുള്ളത് വ്യക്തമായി. ഒരു കാര്യം പറഞ്ഞ് കുറേ ഇന്റർവ്യൂ എല്ലാം കൊടുത്ത് അതിലൊരു അഭിപ്രായത്തിൽ ഉറച്ചു നിന്നതിന് ശേഷം നിന്ന നിപ്പില് തകിടം മറിയുന്നു. അപ്പൊ ഇതൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ട ഒരു നിലപാടെടുക്കാൻ. ആരുടെ ഭാഗത്താണ് ശരിയെന്ന്. ആദ്യ പുള്ളിക്കാരത്തി അൻസിബയാണ് ശരിയെന്നും പറഞ്ഞ് ഒത്തിരി സപ്പോർട്ട് ചെയ്തങ്ങ് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇതേ കിടക്കുന്നു ശ്വേതാമേനോന് സപ്പോർട്ടുമായിട്ട് പുള്ളിക്കാരി അങ്ങ് രാജിവെച്ചു. അതിന്റെ ഒപ്പം സത്യം വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ നോട്ടത്തിൽ സത്യം അറിയില്ല. നമ്മൾ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണുന്നത് നമുക്ക് മനസ്സിലായത് സത്യം വിളിച്ചു പറഞ്ഞ മാലാപാർവതിയോട് മല്ലിക സുകുമാരൻ നിന്നെപ്പി എതിർപ്പാണ്. പിന്നെ ഇന്നലെ ലക്ഷ്മിപ്രിയ നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ ഒറ്റ എണ്ണം എന്റെ ശവം പോലും കാണാൻ വന്നേക്കരുതെന്ന്. അതിന് പകരമായിട്ട് ഉഷ ഹസീന ഇതിട്ടു, നിന്റെ ഇതുപോലത്തെ വർഗീയവാദിയായ നിന്റെ ശവം കാണാൻ ഞങ്ങളാരും വരുന്നില്ല എന്ന് പറഞ്ഞു. ചോദിച്ചു മേടിച്ചെന്നൊക്കെ പറയുന്ന പോലെ എന്താണ് ലക്ഷ്മിപ്രിയൊക്കെ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ വലിയ പോസ്റ്റൊക്കെ ഇട്ട് അയ്യോ അവിടെ എന്റെ ശവം പോലും കാണാൻ വരരുത് എന്നൊക്കെ പറഞ്ഞ ഇവരൊക്കെ അയ്യോ അങ്ങനെ പറയല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ എന്ന് പറഞ്ഞ കാര്യമൊന്നും അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശാന്തിവിള ദിനേശൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, പിന്നെ മല്ലിക സുകുമാരനൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ അത് കേട്ടു തുടങ്ങാം. അതൊക്കെ അവിടെ നടക്കുന്നതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്നൊക്കെ ഉള്ളത് എന്നെ പോലെ 54 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നവർക്ക് അറിയാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഏതായാലും കാര്യങ്ങൾ അറിയാതെയാണ് കുറച്ചൊക്കെ മാലാപാർവതി ഇന്ന് രാവിലെ പറഞ്ഞത്. അത് ശരിയല്ല, അതാ പറഞ്ഞത് ശരിയല്ല. അത് അവരതിനെ കാട്ടി എടുത്തു പിടിച്ച് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയാനായിട്ട് എന്തറിഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ നുണകൾ പ്രചരിപ്പിക്കാൻ കുറെ മീഡിയ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പൊ മല്ലിക സുകുമാരൻ അമ്മ സംഘടനയിൽ നിന്ന് രാജിവെച്ചു, മാലാപാർവതിക്കെതിരെ പറഞ്ഞു. അപ്പൊ അത് മാലാപാർവതിയോട് മീഡിയ ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു ഭരണസമിതിയിലേക്ക് ഒരാൾ നമ്മൾ വരുമ്പോൾ അവർക്ക് അറിയാം അടുത്ത ജനറൽ ബോഡിക്ക് ഒന്ന് കണക്ക് കാണിക്കണം, റിപ്പോർട്ട് കൊടുക്കണം എന്ന്. അത് ചെയ്യാത്തതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അമ്മ സംഘടനയിൽ 4 കേസായി എന്തോ ഒരു വൃത്തികെട്ട ചർച്ചകളും കാര്യങ്ങളും, വോയിസ് ലീക്ക്, അത് ഇത്, നീനാക്കുറുപ്പിനെ ലക്ഷ്മിപ്രിയ പറഞ്ഞ ചീത്ത തൊട്ട് ഇതുവരെയുള്ള അമ്മ സംഘടനയിലെ അംഗങ്ങൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്തത്രയും ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത്രയും അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഞാൻ നാവിട്ടടിച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാവരും വേണ്ടി വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, ഇവരെല്ലാവരും ജയിച്ചു വരാൻ വേണ്ടി. ഇപ്പം നമ്മളോട് അങ്ങനെയാണെങ്കിൽ ഇവർ ഞങ്ങൾക്കെതിരെ ഗൂഢാലോചനയെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. മല്ലിക സുകുമാരൻ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതിന് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ മാലാപാർവതിയാണ്, ഒപ്പുശേഖരണം നടത്തിയത് മാലാപാർവതിയാണെന്ന് തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ചേച്ചിക്ക് എന്തുവേണേ പറയാം, ചേച്ചി മുതിർന്ന ഒരാളാണ്. ചേച്ചിക്കെതിരെ ഞാനൊരു അക്ഷരം പോലും പറയത്തില്ല. സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റാണ്. ചേച്ചി പറയട്ടെ, അതല്ല ഇപ്പം ഞാൻ എന്താ പറയുന്നത്? എന്ത് വെറുതെ ഉണ്ടായിരുന്നു. കാരണം ലക്ഷ്മിപ്രിയക്കെതിരെ ഒരു ആക്ഷൻ വേണം എന്നുള്ളതിനെക്കുറിച്ച് അഭിപ്രായമുള്ളവർ ഒരുമിച്ച് നിൽക്കണമെന്നൊക്കെ ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ വിഷയം ഞാൻ മല്ലിക ചേച്ചിയോട് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ മല്ലിക ചേച്ചി അതിനെ മുഴുവൻ കേൾക്കാതെ ആ സമയത്ത് അമ്മ സംഘടനയിലുള്ളവർ എന്നെ വിളിക്കുന്നത് അല്ലെ അങ്ങനെ എന്തോ ചേച്ചി പറഞ്ഞു എന്നാണ്, ഞാനത് കേട്ടില്ല. എന്നോട് പറഞ്ഞത് ഇനി അമ്മ വിഷയം നമുക്ക് ജനറൽ ബോഡിയിൽ അന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ചേച്ചിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ സിനിമയിൽ അങ്ങനെ മെയിൻ ആളൊന്നും അല്ലല്ലോ. ഞാൻ എന്നെ തന്നെ പറയും സിനിമയിൽ ഞാനൊരു പെരിഫറി എഫിമറലാണ്, ഒന്ന് ചെറിയ റോളൊക്കെ ചെയ്ത് പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ്, അല്ല മെയിൻ ആളൊന്നുമല്ല. അപ്പം മാലാപാർവതിക്ക് ഇപ്പോൾ എവിടെ നിന്ന് വരുന്നതെന്നുള്ള ഒരു സാധനം വരുന്നതാണ്. ഇവരെങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ്, ഇവരെ സിനിമയെക്കുറിച്ച് പറയാൻ അങ്ങനെ ചേച്ചി പറയുന്നത്. അല്ല ചേച്ചിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളിപ്പോൾ മാതൃഭൂമിയിലൊക്കെ ചർച്ച ചെയ്ത് സോൾവ് ചെയ്തത് ഒരു വിഷയമല്ല. മാലാപാർവതി വളരെ സൗമ്യവും സംസ്കാരവുമായിട്ട് മല്ലിക സുകുമാരന് മറുപടി കൊടുത്താലും നമ്മൾ വേണേ അതൊന്ന് ആലോചിക്കുകയാണെങ്കിൽ നേരെ തിരിച്ചിടാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇത്ര സീനിയറായ ഒരു നടിയുള്ളപ്പോൾ നീ ആരടി എന്നുള്ള ഒരു ചോദ്യമാണ് മല്ലിക സുകുമാരന്റെ മനസ്സിരിക്കുന്നതാണ് മാലാപാർവതി പറഞ്ഞു വെച്ചത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാനധികം സിനിമയിലൊന്നും ഇല്ല, ഉച്ചക്കെന്നാ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്നുള്ള രീതിയിലാണ് ചേച്ചി പറഞ്ഞതെന്നാണ് മാലാപാർവതി ചുട്ട മറുപടിയാണ് കൊടുത്തത്. സത്യം പറഞ്ഞാൽ മാലാപാർവതി സീരിയലിലൊന്നുമല്ല, സിനിമയിലുണ്ട്. അത്യാവശ്യം സിനിമയിലൊക്കെ അമ്മ റോളായിട്ട് നമ്മൾ കാണാറുണ്ട്. അവർക്ക് അഭിപ്രായം പറയാൻ ഇപ്പോൾ, അതായത് അമ്മ സംഘടനയിൽ എന്തോ സിനിമയിൽ അഭിനയിച്ചു, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവാൽ, ഇവര് ഏത് സിനിമയിൽ അഭിനയിച്ചു, ഇവര് എന്ന് അഭിനയിച്ചെന്ന് പോലും നമുക്കറിയത്തില്ല. അതേസമയത്ത് മാലാപാർവതി എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
അവർക്കിതിലൊക്കെ ഇടപെടാനും പറയാനും, പിന്നെ അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. അവരുടെ അമ്മ ഡോക്ടറാണ്, അവരുടെ ഭർത്താവ് നല്ല വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. അങ്ങനെയൊക്കെ അവർ പൊതുകാര്യ കാര്യങ്ങളൊക്കെ ഏറ്റു പറയുന്നവരുമാണ്. അപ്പം അവർക്ക് യോഗ്യതയുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സംസാരിക്കാനുള്ള യോഗ്യതയുണ്ട്. അല്ലാതെ മല്ലിക ചേച്ചി ചെയ്ത പോലെ നിലപാടില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചില്ല. അവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ അൻസിബയ്ക്കൊപ്പം നിന്ന് ഇപ്പോഴും അത്. അപ്പം അവർ പറഞ്ഞു വെച്ച വാക്കുകളിൽ മയത്തി പറഞ്ഞാലും, ഞാനിപ്പോൾ സിനിമയിലൊന്നും ഇല്ലല്ലോ, പിന്നെ ഇപ്പം മാലാപാർവതി ഇവളാരാ ഇതൊക്കെ പറയാൻ എന്നാണ് ചേച്ചിയുടെ ഉള്ളിൽ ഇരിപ്പെന്ന് പറഞ്ഞാൽ, ചേച്ചി ഞാൻ എന്തോ വലിയ സംഭവമാണ്, നിങ്ങളൊന്നും അല്ല എന്നാണ് ചേച്ചിയുടെ പാവം എന്നാണ് ശരിക്കും പതുക്കെ അങ്ങോട്ട് മാലാപാർവതി പറഞ്ഞു വെച്ചത്. ചിരിച്ചോണ്ട് പറഞ്ഞ സൗമ്യത്തിൽ പറഞ്ഞാലും സംഭവം അത് തന്നെ. പിന്നെ ഇനി വന്ന് നമ്മുടെ ശാന്തിവിള ദിനേശൻ, വെട്ടിത്തുറന്ന് എല്ലാം പറയുന്ന ദിനേശൻ. കേസുണ്ട് ഇപ്പം, ലക്ഷ്മിപ്രിയ കേസ് കൊടുത്തിട്ടുണ്ട്. മലയാള സിനിമയിൽ എന്നും അഭിനയിച്ച 2 കിളവന്മാരെന്ന് പറയുന്നില്ല, അതിലൊരു കിളവനായിട്ട് ഉദ്ദേശിക്കുന്ന ശാന്തിവിള ദിനേശിനെയാണ്. അപ്പൊ പുള്ളിക്കാരന്റെ ഇന്നലെ നടന്ന അവിടെ അമ്മ സംഘടന നടന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്കാരന്റെ വാക്കുകളിലൂടെ ഒന്ന് കേൾക്കാം. നശിപ്പിച്ചു, തമ്മിൽ യൂണിറ്റി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുക, പ്രായം കുറഞ്ഞ കൊച്ചുകുട്ടി ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അവളെ വർഗീയവാദിയാക്കുക, അവളെ ചീത്ത വിളിക്കുക, പിന്നെ സീനിയറായ ഒരു നടിയുടെ നീ ആരടി എന്നൊക്കെ ചോദിച്ചിട്ട് ഇടിക്കാൻ കയ്യോങ്ങുക, മുട്ടുകയറ്റും എന്നൊക്കെ പറയുക, പിന്നെ അവളുടെ അമ്മയ്ക്ക് ചേർത്ത് ചീത്ത വിളിക്കുക. ഇതൊന്നും സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ ചെയ്യേണ്ടതല്ല. അതാണ് പ്രശ്നം. അത് എനിക്കോട് പ്രശ്നങ്ങൾ തീർന്നു തോന്നുന്നു, തീരും, ഇനിയും കുഴപ്പമില്ല. അത് നന്നായി ഞാൻ പറയും. കാരണം എന്താ പറയുക, ഒരു പക്ഷമില്ലാതെ ഒരു ന്യായമില്ലാത്ത പക്ഷങ്ങൾക്ക് വേണ്ടി കൂട്ടു നിൽക്കുന്നവരൊക്കെ രാജിവെച്ച് പോകുന്നതായിരിക്കും നല്ലത്. അതും തെറ്റില്ല എന്ന് ഞാൻ പറയും. പോട്ടെന്നേ, അങ്ങനെയുള്ള കുറച്ച് പോയി ഒരു ശുദ്ധിയലക്ഷം നടന്നാൽ തന്നെ അമ്മ ചിലപ്പോൾ നന്നാവും. ശരിക്കും ഈ നാട്ടുപ്രദേശത്ത് കാണാൻ അയൽക്കൂട്ടം പോലെ ആയിപ്പോയി. അയൽക്കൂട്ടം ഇങ്ങനെയൊന്നുമല്ല, സ്വയം തൊഴിൽ പോണവരും ഇങ്ങനെയല്ല. ഇത് അതിനേക്കാളും താഴെയാണ്. വെറും തറയാണെന്നേ, വെറും തറ വർത്തമാനങ്ങളിലൂടെ. അത് നിങ്ങൾ ആലോചിച്ച്, ഒരു പ്രൊഡ്യൂസറെ പറ്റിച്ച് 20 ലക്ഷം രൂപ പറ്റിച്ച് കോടതിയിൽ ശിക്ഷിക്കാറായി, കേസിന്റെ വാദത്തിൽ ശിക്ഷിക്കാറായി വരുന്നവൾ പോലും അമ്മയുടെ തലപ്പത്തിരുന്നുകൊണ്ട് കാണുന്ന ആരെയും, ഇൻക്ലൂഡിങ് മീ എന്ന് പറയാം, കാരണം എന്നെ അടക്കം അമ്മയുടെ അഡ്രസ്സും പറഞ്ഞ് ചീത്ത വിളിക്കലും, അതൊക്കെ രാജിവെച്ച് പോയാൽ ആ സംഘടന നന്നാവുന്നേ. കാരണം ഇത് ആണുങ്ങളിരുന്ന സീറ്റല്ലേ. MG സോമനെ പോലെ, ഇന്നസെന്റിനെ പോലെ, മധുസാറിനെ പോലെ, ബാലചന്ദ്ര മേനനെ പോലെ, സുകുമാരനെ പോലെ എത്രയോ നല്ല മഹത് വ്യക്തികൾ ഇരുന്ന പോസ്റ്റ്, അതിൽ നിന്ന് പോണതാണ് നല്ലത്. മല്ലിക സുകുമാരൻ ശരിക്കും പറഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ തന്നെ ഈ ലാസ്റ്റ് സമയത്ത് ഈ അമ്മ സംഘടനയെ വന്ന് കയറി കിടന്ന് ചീഞ്ഞു പോയി, മൊത്തം ചീഞ്ഞു, വെറുതെ പേര് പോയി. പുള്ളിക്കാരത്തിയുടെ മക്കൾ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞു പുള്ളി. ഇന്നലെ ഹൈദരാലിക്ക് കൊടുക്കുന്ന ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്. അതിൻ്റെ അകത്തുണ്ട് മക്കളോട് ചോദിച്ചപ്പോൾ അമ്മ ഇതിൻ്റെ അകത്ത് ഇനി ചെന്ന് ചെയ്യണ്ടെന്നുള്ള രീതി പറഞ്ഞെന്ന്. പിന്നെ 20 ലക്ഷത്തിന് കേസുണ്ടെന്ന് പറയുന്നത് ലക്ഷ്മിപ്രിയയെ പറ്റിയാണ്. അപ്പോൾ ബാക്കി കേൾക്കാം. ആ അമ്മയെ തകർക്കരുതെന്ന് മോഹൻലാൽ പറയുമ്പോൾ മോഹൻലാൽ അതിനപ്പുറം എന്ത് പറയാൻ? പറയേണ്ടത് അയാൾ പറഞ്ഞു, ചെയ്യേണ്ടത് അവിടെ ചെയ്തു. കാരണം ഒറ്റപ്പെടുത്തി നിർത്തിയിരുന്ന അൻസിബ എന്ന് പറഞ്ഞ കുട്ടിയെ സ്റ്റേജിൽ വിളിച്ച് കയറ്റി വിളക്കൊളുത്തിച്ചു. അതിനപ്പുറം അയാൾ എന്ത് മെസ്സേജാണ് തരേണ്ടേ? ഒരു അക്ഷരം പറയണ്ടല്ലോ, പ്രവൃത്തി കാണിച്ചില്ല. അതുകൊണ്ട് അത് നല്ല ഇന്നലെ മോഹൻലാൽ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നത് അതെല്ലാം കളരിയാവൂലേ? മമ്മൂട്ടിയില്ല, സുരേഷ് ഗോപിയില്ല, ആരുമില്ല. അപ്പോൾ മോഹൻലാലെങ്കിലും വന്നല്ലോ, രാവിലെ ഇവിടെ 4 മണി അയാൾ ഇരുന്നില്ലേ? അൻസിബയ്ക്ക് ശരിക്കും നീതി കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ടും. കാരണം ആ ജനറൽ ബോഡിയിൽ 200 ലക്ഷം പേരെന്തോ ഒപ്പിട്ടു എന്ന് പറഞ്ഞു അവിശ്വാസത്തിന്. അയാൾ അൻസിബയെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് തെളിയിച്ചു അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻസിബയ്ക്ക് നീതി കിട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ ശ്വേതാമേനെതിരെയുള്ള പരാതിക്ക് എന്തെങ്കിലും വാസ്തവമുണ്ടോ അല്ലെങ്കിൽ സത്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്? ശ്വേതാമേനെതിരെ പരാതിയില്ല. 67 ലക്ഷം രൂപ പിന്നെ അത് തട്ടിപ്പെന്നല്ല. 67 ലക്ഷം രൂപ കണക്ക് കൊടുക്കാത്തടത്തോളം കാലം സംശയത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. പിന്നെ ആ ദല്ലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞ ആളിൽ നിന്ന് 75 ലക്ഷം രൂപ വാങ്ങി 30 ലക്ഷം രൂപ കൊടുത്തു, ഇനി 45 കൊടുക്കാനുണ്ട്. അതൊന്നും ഒരു സംഘടനയ്ക്ക് ഭൂഷണമായ കാര്യങ്ങളല്ല. അത് 100% തെറ്റാണ്. അങ്ങനെയൊക്കെ ഒരു അമ്പലം, ഗുരുവായൂർ അമ്പലം സ്പോൺസർ ചെയ്തെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ശബരിമല സ്പോൺസർ ചെയ്തെങ്കിൽ മനസ്സിലാക്കാം. ഒരു ജില്ലയിലെ ഒരു ചെറിയ അമ്പലം 75 ലക്ഷം രൂപയെ. ശരിയല്ലേ ചോദിക്കുന്ന? മോഹൻലാല് അധികം എഴുന്നേറ്റ് പ്രസംഗിച്ച് മൈക്കൂടെ ഘോരം പ്രസംഗിച്ച് വിവാദം ഒന്നും ഉണ്ടാക്കിയില്ല. പ്രവൃത്തിയാണ് ചിന്തിക്കേണ്ടത്. ഇവരെല്ലാം ഇരിക്കുമ്പം അൻസിബ ഇവരൊക്കെ മാറ്റി നിർത്തി ഇന്നലെ ശിക്ഷാ നടപടി അൻസിബയുടെ പുറത്തെടുക്കാനിരിക്കുന്നതായിരുന്നു. അതായത് അമ്മ സംഘടനയുടെ ബൈലോ പ്രകാരം അവിടെ നടക്കുന്ന കാര്യം ഒന്നും മീഡിയയ്ക്ക് മുന്നിൽ പറയരുതെന്ന്. പക്ഷേ അൻസിബ ഒന്നെല്ലാം തുറന്നു പോയി. ഇവരുടെ അടുത്ത് നടപടി എടുക്കാത്തതുകൊണ്ടാണ്, ശ്വേത ഇതൊന്നും കാണാത്ത പട്ട് കാണിച്ചുകൊണ്ടാണ് മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞത്, ടിനി ടോമിനെതിരെയും ലക്ഷ്മിപ്രിയക്കെതിരെയൊക്കെ. അപ്പൊ അതുകൊണ്ട് അതിന്റെ പുറത്ത് നടപടി എടുക്കാൻ തയ്യാറായിരിക്കുന്ന അൻസിബയുടെ അൻസിബയെ അങ്ങോട്ട് ഫ്രഷ് കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്നപ്പോഴാണ് ലാലേട്ടൻ വിളിച്ച് സ്റ്റേജെ വിളിച്ച് വരുത്തി വിളക്ക് എത്തിക്കാനും കൂടെയുള്ള അവസരം കൊടുത്തു. ആ ഫംഗ്ഷൻ അല്ല, അവരുടെ മീറ്റിംഗ് ഉദ്ഘാടനം പോലെ. അപ്പൊ ആ പ്രവൃത്തിയിലൂടെ ലാലേട്ടൻ ആരുടെ കൂടെയാന്നുള്ളത് ശ്വേതയ്ക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ചുമ്മാ അല്ല രാജിവെച്ച് പോയതെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് പുള്ളിക്കാരത്തി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് മറുനാടന്റെ വീഡിയോ പറയുന്നുണ്ട്. മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് 75 ലക്ഷം എന്ന് പറയുന്നത് 75 ലക്ഷം അല്ല, അതിലും കൂടുതലുണ്ട്. പിന്നെ
അതൊരു കള്ളപ്പണം വെളുപ്പിക്കലാണെന്നാണ് പുള്ളിക്കാരന് അവരൊക്കെ പലരും ഇപ്പൊ സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്. പക്ഷെ അത് ഇവിടുത്തെ നമ്മളത്തെ ഗവൺമെന്റ് കണ്ടിട്ടില്ല. അത് സംബന്ധിച്ച് യാതൊരു ചർച്ചയും മുന്നോട്ടും പോകുന്നില്ല. ഇവര് ഈ ഒരു വലിയ സിനിമാക്കാര് കോടികളിട്ട് അമ്മാനമാണെന്ന് ഇവരെന്തിനാണ് അമ്പലത്തിൽ നിന്നൊരു പൈസ ഇങ്ങനെ മേടിക്കുന്നത്? കള്ളപ്പണം വെളുപ്പിക്കാനാണെന്നാ പറയുന്നത്. അങ്ങനത്തെ ഒരു ഇത് പോകുന്നുണ്ട്. പക്ഷെ ആരും കേട്ടതായിട്ട് നടിക്കില്ല. വലിയവന്മാരുടെ കാര്യമായിട്ട് ആരും കേട്ടതായിട്ട് നടിക്കില്ല. അതാണ് പ്രശ്നം, പക്വതയില്ല. ഈ ലക്ഷ്മി പ്രിയയും ശ്വേതാമേനോനും തമ്മിലുള്ള വിഷയം, അല്ലെങ്കിൽ ഹൻസിബയും തമ്മിലുള്ള വിഷയത്തിനെ പറ്റി എന്താ പറയുന്നത്? ഞാൻ ആ സ്ത്രീയെക്കുറിച്ച് ഒരു വക സംസാരിക്കില്ല. യാതൊരു നാക്കിന് ലൈസൻസ് ഇല്ലാത്ത, ജീവിതത്തിൽ സത്യസന്ധത എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ആ ബോർ സ്ത്രീയെക്കുറിച്ച് സംസാരിക്കില്ല. അവരെ കുറിച്ചൊന്നും സംസാരിക്കില്ല. രാജിവെച്ച് പോയല്ലോ, പിന്നെന്തേ? ശരിക്കും പറയുന്നത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? 1% നട്ടാ 20 ലക്ഷം രൂപ കേസിലെ പ്രതിയാണ്. ഇപ്പൊ ശിക്ഷിക്കും കോടതി. അപ്പോൾ എന്നിട്ട് ചാനലുകളിൽ വന്ന് നിങ്ങളെ പോലുള്ളവരെ കാണുമ്പോൾ പറയുന്നത് എന്താ? ഞാനാണ് കേസ് കൊടുത്തേക്കണേ. ഞാനല്ല കൊടുത്തത്, പൈസ പറ്റിച്ച ഒരു നിർമ്മാതാവാണ് കൊടുത്തേക്കണത്. അതിന്റെ റൂൾ പ്രൂഫ് പറ്റിയിരിക്കുക, മുഴുവൻ തെളിവ് പറ്റിയിരിക്കുക. അപ്പൊ നട്ടാ കുരുക്കാത്ത കള്ളം പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ എന്താ പറയാം? ഓക്കെ, ടൊവിനോ തോമസ് കമ്മിറ്റി മെമ്പറായിരുന്നു. ശരിക്കും ശാന്തിയുള്ളതിനേശം പറയുന്നത് ഈ 4 മണി വരെ ലാലേട്ടൻ അവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഈ ലാലേട്ടന്റെ മിനിറ്റുകൾക്ക് ലക്ഷങ്ങളുടെ വിലയാണ്. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് പോകാം. ഇനാഗ്രേഷൻ എന്തെങ്കിലും ഏറ്റെടുത്താൽ അല്ലെ, പുള്ളി അത് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. എന്താണേലും ചെയ്താൽ അവരുടെ മണിക്കൂറുകൾക്ക് വിലയുണ്ട്. ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ കിടന്ന് പരദൂഷണം പറഞ്ഞ് അങ്ങോട്ട് തെറിവിളി ഇങ്ങോട്ട് തെറിവിളി എല്ലാം നടത്തിച്ചിരിക്കുന്ന ഈ മീറ്റിംഗിൽ അദ്ദേഹം വന്ന് 4 മണി വരെ ഇരുന്നില്ലേ? സത്യം പറഞ്ഞ എന്താണേലും ഇന്നലെ ലക്ഷ്മിപ്രിയ സത്യം പറഞ്ഞ ഇപ്പൊ സിനിമാക്കാരുടെ ഇടയിൽ ലക്ഷ്മിപ്രിയയ്ക്ക് ആരും ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ ഒരു സപ്പോർട്ടില്ല. അത് ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വാഗൊണ്ട് ആൾക്കാരെ വെറുപ്പിച്ച് കളഞ്ഞു. സംസാര ശൈലി ശ്രദ്ധിക്കാതെ ഇന്നലെ തന്നെ മല്ലിക സുകുമാരൻ പറയുന്നുണ്ട് ലക്ഷ്മിപ്രിയയുടെ കേസ് അവിടെ എടുക്കാനാകുമ്പോഴത്തേക്കിന് അതിവിടെ ആരും ചർച്ച ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഒരു ഏകാധിപത്യമാണ് അവിടെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ മല്ലിക സുകുമാരൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്ക് മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ് സംഘടന. എന്താണേലും പെൺഭരണം എന്ന് പറഞ്ഞാൽ നാരി പഠിച്ച നശിക്കുമെന്നൊക്കെ പറയുന്ന പോലെ തന്നെ സ്ത്രീകൾ മുന്നോട്ട് വന്നപ്പം പുരുഷന്മാർ പോലും സപ്പോർട്ട് ചെയ്തിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുമെന്ന്. 10 മാസം കൊണ്ട് കുട്ടിച്ചോറാക്കി കൊടുത്തു. ടോട്ടലി നടന്നത് അവിടെ പറയുന്ന ഇവിടെ പറഞ്ഞ്, ഇവിടെ പറയുന്ന അവിടെ പറഞ്ഞ്, സാധാരണ തറ പെണ്ണുങ്ങളുടെ ഒരു പരദൂഷണ ശൈലി തന്നെയാണ് ഇത്രയും വലിയ ആൾക്കാരായിട്ടും സംഭവം നടന്നത്. പുരുഷന്മാരാണ് ഇത്രയും പരദൂഷണം നടക്കല്. മറ്റൊരു കമന്റ് ചെയ്യാനുണ്ട്, ഇന്ന് അമ്മ സംഘടന, അതിനകത്ത് കുറെ ശരിയുണ്ടെന്ന് തോന്നുന്നു. അമ്മ സംഘടനയെ ഇതുപോലെ നശിപ്പിച്ച് ഒരു പരുവാക്കി കുത്തുവാള എടുപ്പിച്ചു കൊടുത്ത ടിനിറ്റോം ഇന്നലെ കാറെ കയറി പോകുന്നുണ്ട്. ഇതിന്റെ സ്റ്റാർട്ടിങ് ആരാണ്? ആ ഒരു വ്യക്തിയാണ്. പിന്നെ ഉണ്ണി ശിവപാലിന്റെ പെൺവിഷയം ഇതിൻ്റെ അകത്തുണ്ട്. ഇവരൊക്കെ കളിച്ച കളി കൊണ്ട് എന്താണ് അവസാനം ഉണ്ടായത്? നശിപ്പിച്ചു കൊടുത്തെന്നുള്ളതാണ്. ഇനിയിപ്പോ പിഷാരടിയൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായിത്തീരും എന്നൊക്കെ നമുക്കും കണ്ടറിയാം. ഇവര് ഒന്നും മീഡിയ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കും. എന്നാലും ആരെങ്കിലുമൊക്കെ വന്ന് നീതി കിട്ടിയില്ല അവർക്കെന്ന് തോന്നുമ്പോഴത്തേന് വെളി പറയും. പിന്നെ അൻസിബ എന്ന കുട്ടിയുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട്, അധികം സംസാരിക്കില്ല, അവസാനം എന്തേലും എന്ന് പറയുന്നു, കറക്റ്റ് പോയിന്റ് ആയിട്ട് പറയും. അത് തന്നെയാണ് ഇവർക്ക് വരുന്നത്. ഇവർക്ക് അത്ര പരിചയമില്ല. ബിഗ് ബോസ് ഒക്കെ കണ്ടിരുന്നെങ്കിൽ ഇവർക്ക് അൻസിബ ആരാന്നുള്ളത് മനസ്സിലായിരുന്നേ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.